2018-19 വർഷത്തെ SSLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട ഒന്നല്ല, ശരിക്കും ആസ്വദിക്കേണ്ട ഒന്നാണ്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചിരിക്കുന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന, പ്രസൻറ്റ് ചെയ്യാൻ കിട്ടുന്ന, എഴുതി കാണിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു അവസരമാണ്. നമ്മൾ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് കുറേ മാസങ്ങളായിരിക്കും പഠിച്ചിട്ടുള്ളത്. ആ പഠിച്ചിരിക്കുന്നതിനെ 2-3 മണിക്കൂറിനുള്ളിലുള്ള സമയത്തിനുള്ളിലാണ് നമ്മൾ എഴുതി തീർക്കേണ്ടത്. അപ്പോൾ നേരത്തെ പഠിച്ചിരിക്കുന്നതിൽ എന്തെല്ലാം കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ഒന്നും കൂടി ഒരല്പനേരം ഓർത്തതിന് ശേഷം ആ ചാപ്റ്ററുകൾ വായിച്ചു നോക്കുക. അതിലെന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടോ ഒന്നുകൂടി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറുകളൊക്കെ എടുത്തിട്ട് അല്പം ഒരു എത്തിനോട്ടം നടത്തുന്നത്, അതിൻ്റെ ഉത്തരങ്ങൾ അറിയുമോ എന്നൊക്കെ നോക്കുക. പിന്നെ കുറച്ചൊക്കെ സമയമൊക്കെ ചില ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരങ്ങൾ എഴുതി നോക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പഠിച്ചിരിക്കുന്നതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ടെൻഷൻ അടിക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് എനിക്കൊരിക്കലും ഇത് തോന്നിയിട്ടില്ല. നമ്മൾ ഈ ആവശ്യമില്ലാത്ത ഒരു ടെൻഷനൊന്നും, ഞാൻ പറഞ്ഞത് നമുക്കൊരു അവസരം കിട്ടുകയാണ്. നമ്മൾക്ക് പഠിച്ചിരിക്കുന്നത് എഴുതി ഫലിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത കണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത്, മറ്റ് നമ്മളിപ്പം പരീക്ഷകൾ എഴുതുകയാണ്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, ജോലി കിട്ടാനൊക്കെ നിങ്ങൾ കുറേ കാലം കഴിയുമ്പോൾ അതിലിപ്പം 1,00,000 അപേക്ഷകരുണ്ട്, 10 പോസ്റ്റേ ഉള്ളെങ്കിൽ അതിലേറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 10 പേർക്ക് മാത്രമേ അതിൽ സെലക്ഷൻ കിട്ടുള്ളൂ. പക്ഷേ നമ്മളെ ബോർഡ് എക്സാംസ് അല്ലെങ്കിൽ SSLC എക്സാംസ് ഒക്കെ ഉള്ളതിനൊരു ഗുണം, നിങ്ങൾക്ക് മൊത്തം മാർക്കും തരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മളത് ആവശ്യമായ രീതിയിൽ അത് എഴുതുക എന്നുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, സമയം. ഏത് സമയത്താണ് പരീക്ഷ എത്തേണ്ടത്, പരീക്ഷാളിലേക്ക്, പരീക്ഷാ സ്ഥലത്തേക്ക് അല്പം നേരത്തെ തന്നെ എത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ട്രാഫിക് ബ്ലോക്കുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്പം നേരത്തെ തന്നെ എത്തി റിലാക്സ് ചെയ്തിട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ പരീക്ഷ തുടങ്ങുമ്പോൾ ഒരല്പനേരം നമ്മളൊരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അവിടെ കുറച്ച് നേരം നമ്മൾ പരീക്ഷ തുടങ്ങുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് സാധാരണ കയറിയിരിക്കില്ല. ഒരു 5-10 പ്രാവശ്യം കണ്ണടച്ച് നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്താൽ കോൺസെൻട്രേഷൻ കുറേയും കൂടി ഇമ്പ്രൂവ് ചെയ്യും. എന്നതിന് ശേഷം നമ്മൾ ആൻസർ പേപ്പറിൽ നമ്മൾ നമ്പറോ പേരോ ഒക്കെ എഴുതേണ്ടോ ഒക്കെ കൃത്യമായിട്ട് എഴുതുക. പിന്നീട് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം തന്നെ വായിക്കുക, ക്വസ്റ്റ്യൻ നന്നാക്കി മനസ്സിലാക്കുക. എക്സാമിനർ നോക്കുന്നത് ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പം ചോദ്യത്തിന് ഉത്തരം എഴുതിയെന്ന് ഉറപ്പ് വരുത്താൻ ചോദ്യം ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾ പെട്ടെന്നങ്ങ് എനിക്ക് അറിയില്ല എന്നൊന്നും ചിന്തിക്കരുത്. കാരണം കുറേ കാലമായിട്ട് പഠിച്ചത് എവിടെയോ നമ്മളെ മനസ്സിലുണ്ട്, നമ്മളെ ബ്രെയിനിലുണ്ട്. അതിനെ പുറത്തെടുക്കാനുള്ളൊരു അവസരമാണല്ലോ പരീക്ഷ. അപ്പോൾ ഒരല്പനേരം നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും ചില അറിയില്ല എന്ന് തോന്നുന്ന പോലും നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടും. അത് വെച്ചിട്ട് ആവശ്യമായ പോയിന്റുകൾ പരീക്ഷയ്ക്ക് എഴുതുക, ആവശ്യമായിരിക്കുന്ന പോയിന്റുകൾ എഴുതുക. കാരണം പോയിന്റുകൾ നോക്കിയിട്ടാണ് പലപ്പോഴും മാർക്ക് ഇടുന്നത്. പ്രത്യേകിച്ചും ഹിസ്റ്ററി, സയൻസിൽ തന്നെ ചില കാര്യങ്ങൾ ഒക്കെ, ജിയോഗ്രഫി, മലയാളം, ലാംഗ്വേജസിലൊക്കെ തന്നെ നമ്മൾ പോയിന്റുകൾ വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചിലതിൽ നമ്മൾ ചിത്രം വരയ്ക്കേണ്ടതുണ്ടാവും, ബയോളജിയിലുണ്ടാവും, മാത്സിൽ ചിലത് വരയ്ക്കേണ്ടി വരും, ചില ഫിസിക്സിലുണ്ടായേക്കാം, മാപ്പ് വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നീറ്റായിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നീറ്റാകണത് വളരെ ശ്രദ്ധിക്കുക. കാരണം ഒരു എക്സാമിനറെ സംബന്ധിച്ചോളം ഒരുപാട് ആൻസർ പേപ്പറുകൾ കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രെയിൻ ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. കഴിയുന്നിടത്തോളം വെട്ടുതിരുത്തുകൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതല്ല. അതുപോലെ തന്നെ 2 സെൻറ്റൻസുകൾ തമ്മിലുള്ള അകലുണ്ടാകുക, 2 വാക്കുകൾ തമ്മിൽ അകലുണ്ടാകുക. ഈ കാര്യം നീറ്റ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. കയ്യക്ഷരം ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ ഈ സമയത്ത് ഒഴിവില്ലാത്തതുകൊണ്ട് 2 സെൻറ്റൻസുകൾ തമ്മിലുള്ള ഗ്യാപ്പ്, 2 വാക്കുകൾ തമ്മിലുള്ള ഗ്യാപ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ട് അഥവാ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാത്തതുണ്ടെങ്കിൽ അത് ലാസ്റ്റിൽ എഴുതുക എന്നുള്ളതിനായിട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസിൻ്റെ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്പർ തെറ്റിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് ലാസ്റ്റിലാണ് ലാസ്റ്റിൽ ആദ്യത്തെ ചില ക്വസ്റ്റ്യങ്ങൾ ലാസ്റ്റ് എഴുതുമ്പോൾ കൃത്യമായിട്ട് എക്സാമിനർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആ ചോദ്യത്തിൻ്റെ നമ്പർ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കും. പിന്നീട് കഴിയുന്നിടത്തോളം തന്നെ പരീക്ഷയുടെ ഒരു 5 മിനിറ്റ് മുമ്പ്, അനുവദിച്ച സമയത്തിൻ്റെ ഒരു 5 മിനിറ്റ് മുമ്പ് നമ്മൾ ആൻസർ ചെയ്ത് തീർക്കണം. എന്നിട്ട് ഒരു മറിച്ച് നോക്കാൻ സമയം കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മറിച്ച് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ആൻസർ പേപ്പർ കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ അല്പം കൂളായിട്ട് ചെയ്യേണ്ടതാണ്, എന്നാൽ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കേണ്ടതുമാണ്. അങ്ങനെ ചെയ്തു തീർക്കുന്ന ഏതൊരാൾക്കും നല്ല മാർക്ക് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് തരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അതിൽ ഒരാൾക്ക് കൊടുത്താൽ മറ്റൊരാൾക്ക് കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് അത് പൂർണ്ണമായും കിട്ടും. അങ്ങനെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, നമ്മൾ പരീക്ഷ കഴിഞ്ഞ് വന്നാൽ പിന്നെ കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിരിക്കില്ല. അടുത്ത പരീക്ഷയ്ക്കുള്ള നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത പരീക്ഷയ്ക്ക് ഏതാണ് നമ്മളുടെ, ഇപ്പം ഒരു 20 ചാപ്റ്ററുള്ള ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ
എല്ലാ 20 ചാപ്റ്ററും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല. അതിൽ 5, 8, 5, 10 ചാപ്റ്ററുകളായിരിക്കും വളരെ പ്രധാനപ്പെട്ടത്. ആ ചാപ്റ്ററുകളാണ് നമ്മൾ പരീക്ഷയുടെ തലേന്ന് കാര്യമായിട്ടൊന്ന് നോക്കേണ്ടത്. അങ്ങനെ അത് നോക്കുക. അത് നോക്കിയിട്ട് അതിൽ തന്നെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നതോ പുസ്തകത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്നതോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് എന്തെങ്കിലും ഒരു പെട്ടെന്നുള്ള ഒരു സംശയം വരുന്നതിൽ നല്ല കൂട്ടുകാരെടുത്തോ ടീച്ചറിനെയൊക്കെ ഒന്ന് ഫോൺ ചെയ്തിട്ട് ചോദിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രം അത് ചോദിച്ച് തീർക്കുക. അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പരീക്ഷയുടെ തൊട്ട് മുമ്പ് മറിച്ച് നോക്കേണ്ടതായിരിക്കുന്ന ചില ഫോർമുലകളൊക്കെ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ച് വെക്കുക, അടിയിൽ മാർക്ക് ചെയ്തൊക്കെ എടുത്താൽ ക്വിക്കിലി നോക്കാൻ പറ്റും. അങ്ങനെ ഓരോരോ പരീക്ഷകളും ആഘോഷങ്ങളാക്കി മാറ്റുക, നമ്മൾ അറിവിൻ്റെ ഉത്സവങ്ങളാക്കി മാറ്റുക, അറിവിനെ പ്രദർശിപ്പിക്കാനുള്ള വലിയൊരു അവസരമായി കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരെയും എൻ്റെ മകൻ്റെയോ മകളുടെയോ ഒക്കെ ഒരു പ്രായത്തിൽ നിൽക്കുന്നു, നിങ്ങളെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പരീക്ഷയെ ഒരു ഉത്സവമാക്കി മാറ്റിക്കൊണ്ട് ആസ്വദിച്ച് വളരെ സമയബന്ധിതമായി കൃത്യനിഷ്ഠമായി സൂക്ഷ്മമായി ആൻസറുകൾ എഴുതി ഉന്നത വിജയം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമസ്കാരം.